ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ലോഗ് എന്ന് വെച്ചാൽ കുറച്ച് പുറത്ത് പോയതും കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ്. രാവിലെ എണീച്ച് കുഞ്ഞവനൊക്കെ ഉറക്കിയിട്ടുണ്ട്. ഇനി ആ വീഡിയോ കാണാം. ഞാൻ ഇന്ന് രാവിലെ എണീറ്റാൽ കുഞ്ഞവയുടെ നല്ല വെയിലത്ത് വെള്ളം കൊണ്ട് വയ്ക്കാറുണ്ട്. ആ വെള്ളത്തിലാണ് കുഞ്ഞവയെ കുളിപ്പിക്കണം. കഴിഞ്ഞു, ചായയൊക്കെ ഇട്ടു, അരി ഉഴുന്ന് വെള്ളത്തിലിട്ട് ആട്ടാനായിട്ട്. പിന്നെ രാവിലെ ചപ്പാത്തിയും തക്കാളിക്കറിയും പിന്നെ കുറുമാക്കറിയും പിന്നെ മുട്ടയൊക്കെ ആയിരുന്നു. പിന്നെ പുറത്ത് പോകാനുള്ളത് കൊണ്ട് അധികം ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ പെരുമ്പയറും ചെറുപയറും കൂടി അവിച്ചു. അത് കഴിഞ്ഞു കുറച്ച് കഞ്ഞി വെച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞുവാവനെ നമ്മൾ കുളിപ്പിച്ചൊക്കെ നന്നായിട്ട് ഉറക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. പുറത്ത് പോകണമായിരുന്നു. അതിനിടയിൽ മോക്ക് കുറച്ച് സാധനങ്ങൾ, സ്റ്റാൻഡും ഫോൺ വയ്ക്കുന്ന സ്റ്റാൻഡും മൈക്കൊക്കെ മേടിക്കാനായിട്ട് അച്ഛൻ്റെ കൂടെ മോള് പുറത്ത് പോയി. പിന്നെ ഞാൻ കുഞ്ഞുവാവനെ ആട്ടി അങ്ങ് ഉറക്കി. എന്തൊക്കെ വാങ്ങിച്ചോണ്ട് സ്റ്റാൻഡൊക്കെ മേടിച്ചിട്ട് വന്നു. മൈക്കൊക്കെ മോനെല്ലാം എടുത്ത് കറക്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് വേറെ അധികം ഫുഡൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. കഞ്ഞിയൊക്കെ വെച്ചതിന് ശേഷം പുറത്ത് പോകാനായിട്ട് പിന്നെ ആ ജോലി എല്ലാം കൂടി നടക്കത്തില്ലല്ലോ. ഇവിടെ മോൻ ഇത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക അതൊക്കെ നോക്കി എല്ലാം ഫിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവന് ഒരുപാട് ഇഷ്ടമായി. മുന്നേ ഉള്ള സ്റ്റാൻഡ് പൊട്ടിപ്പോയായിരുന്നു, അതുകൊണ്ടാണ് വേറെ സ്റ്റാൻഡ് മേടിച്ചത്. മൈക്കും കേടായിപ്പോയി. പിന്നെ അവന് കുറച്ച് വീഡിയോ ഒക്കെ ചുമ്മാ കളിക്കെടുത്തു. അത് കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മൾ ലുലുമോളിലോട്ട് വിട്ടു കേട്ടോ. മോളിന് ഐഫോൺ ബുക്ക് ചെയ്യാനാണ് പോയേ. ബുക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ ദീപാവലി കഴിഞ്ഞ ടൈമായിരുന്നു. അവിടെ അതിൻ്റെതായിട്ടുള്ള ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയതല്ലേ ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അവിടെ പോയിട്ട് ഒത്തിരി സാധനങ്ങൾ പെട്ടെന്ന് തന്നെ നോക്കിയൊക്കെ. പിന്നെ മോന് സ്നാഗിയൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ലുലുവിൽ എപ്പോഴും ഐസ്ക്രീമിൻ്റെ ഓഫർ നടക്കുമായിരിക്കും. അങ്ങനെ മോന് ഐസ്ക്രീമൊക്കെ മേടിച്ചു. പിന്നെ ജ്യൂസ് വാങ്ങി. ഞാനും മോനും കൂടെ അവിടുന്ന് ചോക്ലേറ്റ് ജ്യൂസ് സ്പെഷ്യലായിട്ട് ഒത്തിരി ഫ്ലേവറിലെ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും അതൊക്കെ എനിക്ക് കാണാൻ തന്നെ, വാങ്ങിയില്ലെങ്കിലും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാം ഉപ്പിലിട്ട് വെച്ചതും അങ്ങനെ മുളക് പൊടി ഇട്ട് വെച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഒരു മാങ്ങയുടെ ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി, അതത്ര ഇഷ്ടമായില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ദോശ ഹട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോയതാണ് കേട്ടോ. അവിടെ 101 ഐറ്റം വെറൈറ്റി ദോശയൊക്കെ ഉണ്ടോ പറഞ്ഞു. അങ്ങനെ മക്കളും ഞാനും കൂടി പോയതാണ്, വേറൊരു ദിവസം പോയതാണ്. അവിടുത്തെ ദോശയുടെ വിശേഷങ്ങളൊക്കെ കാണാം. എന്ന് വെച്ചാൽ മുട്ട ദോശ, ഒണിയൻ ദോശ, ഊത്തപ്പം, ചിക്കൻ ദോശ, നൂഡിൽസ് ദോശ, അങ്ങനെ വെറൈറ്റി കേൾക്കാത്ത പല വെറൈറ്റി ദോശസ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മൾ പറയുമ്പോൾ തന്നെ അവരപ്പം തന്നെ ഉണ്ടാക്കി തരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റി, പക്ഷേ ഒരുപാട് ഇഷ്ടമായി. നമ്മൾ എന്ത് പറഞ്ഞാലും അതനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കി തരുന്ന ഒരു നൂഡിൽസ് ദോശയൊക്കെ സൂപ്പറായിരുന്നു. കുറച്ച് പ്രിപ്പറേഷനൊക്കെ കാണാം കേട്ടോ. സാമ്പാർ, ചമ്മന്തി, മുളക് ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മുന്നിൽ വെച്ച് തന്നെയാണ് അവർ ദോശ ഒക്കെ ഉണ്ടാക്കുന്നത്. ചിക്കൻ്റെ പീസുകളും ചിക്കൻ കറിയൊക്കെ അതിൽ കൂടി മിക്സ് ചെയ്യുന്നതും എല്ലാം നമ്മൾ പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ആ ടേസ്റ്റ് കുറച്ച് നാളായെങ്കിൽ ആ ടേസ്റ്റ് ഇതുവരെ നാവിൽ നിന്ന് മാറിയിട്ടില്ല. അമ്മാതിരി ടേസ്റ്റാണ്.
അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അത് എന്മാതിരി ടേസ്റ്റ് ആയിരിക്കുമെന്ന്. കാണുന്നതിനേക്കാൾ ടേസ്റ്റ് തന്നെയാണ് കഴിക്കുമ്പോൾ. ചിക്കനകത്ത് വെച്ചതും മട്ടൻ്റെ ഒക്കെ ഉണ്ടായത് അത് നമ്മൾ വാങ്ങിച്ചില്ല. എല്ലാം കൂടി കഴിച്ചാൽ വയറിന് സ്പേസ് ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ മേടിച്ച് എല്ലാം ലാവിഷായിട്ട് കഴിച്ചു. ലാവിഷായിട്ടെന്ന് വെച്ചാൽ തൃപ്തിയോടെ തന്നെ കഴിക്കാൻ പറ്റി. എന്ന് വെച്ചാൽ അമ്മ അതിൽ ടേസ്റ്റ് ആയിരുന്നു. ഇതതിൻ്റെ മെയിൻ ഐറ്റം ആയിരുന്നു കേട്ടോ. ഒരു രാത്രിയായിരുന്നു നമ്മൾ അതുവഴി പോയി കഴിച്ചത്. അതിൻ്റെ ഉറക്കമൊക്കെ വന്നു. ഇത്രയും കഴിച്ച് മത്തായി ലാസ്റ്റ് പെട്ടെന്ന് തന്നെ ഉറക്കം വന്നു. പിന്നെ കട്ടൻ കാപ്പിയും കുടിച്ചു, ചായ കുടിച്ചു. അങ്ങനെ അവിടെയാണെങ്കിൽ ഒരു അങ്കിള് നിന്ന് ചായയൊക്കെ അടിക്കുമായിരുന്നു. അത് ചായയൊക്കെ കുടിച്ചു. പിന്നെ അവിടെ സ്നാക്സൊക്കെ ഉണ്ട്. നൈറ്റ് ആയതുകൊണ്ട് ആ സ്നാക്സൊക്കെ തീർന്നാ തോന്നുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.